ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 8 സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈ ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇതിലെ പാരാമീറ്റർ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക് എന്താണ്, എസ്റ്റിമേറ്റർ എന്താണ്, അങ്ങനത്തെ എല്ലാത്തിൻ്റെയും വലിയ തിയറംസിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് നോർമൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കിടക്കട്ടെ, എന്താണ് പാരാമീറ്റർ, എന്താണ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് നോക്കാം. അതൊന്ന് ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോൾ എനിക്ക് മുംബൈയിലെ വർക്കേഴ്സിൻ്റെ ഏവറേജ് ഇൻകം കാണണമെന്ന് വെച്ചോ. ആവറേജ് ഇൻകം എനിക്ക് കാണണം. മുംബൈയിൽ കുറേയധികം വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ എന്താണോ ഞാൻ അവിടെ സ്റ്റഡിക്ക് എടുക്കുന്നത് ആ വർക്കേഴ്സിനെയാണ്. അപ്പോൾ അതാണ് അവിടെ എൻ്റെ പോപ്പുലേഷൻ. ഓക്കെ, അതാണ് എൻ്റെ അവിടുത്തെ പോപ്പുലേഷൻ. എനിക്കിനി എന്താണ് കാണേണ്ടത്? ആവറേജ് ഇൻകമാണ് അവിടെ കാണേണ്ടത്. ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം മുംബൈയിലെ വർക്കേഴ്സാണ്, കുറേയധികം ആൾക്കാരുണ്ട്. എല്ലാത്തിൻ്റെ അടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ ഞാൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് ഒരു 100 പേരെ സെലക്ട് ചെയ്തു. അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഇറ്റ്സ് സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പോപ്പുലേഷൻ്റെ എന്താണ് ആവറേജ് ഇൻകം കാണണം എന്ന് പറഞ്ഞു. ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ്സ് മീൻ. അപ്പോൾ ഈ പോപ്പുലേഷൻ്റെ വേർഡ്സിനെയാണ്, ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പാരാമീറ്റർ മീൻ എന്ന് പറയുന്നത് മ്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മ, ആൻഡ് വേരിയൻസ് ഈസ് സിഗ്മ സ്ക്വയർ. പിടികിട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് സാമ്പിളിൻ്റെ നമ്മൾ വിളിക്കുന്നതാണ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്. ദാറ്റ് ഈസ് മീനിൻ്റെ ആണെങ്കിൽ എക്സ് ബാർ, ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ എസ്, ആൻഡ് വേരിയൻസ് ആണെങ്കിൽ എസ് സ്ക്വയർ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ പോപ്പുലേഷനും പാരാമീറ്ററും സ്റ്റാറ്റിക്കും സാമ്പിളും തമ്മിലുള്ള കണക്ഷനൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ അധികം സാമ്പിൾസ് എടുത്തു. ഒന്നിൽ കൂടുതൽ പറ്റാവുന്ന സാമ്പിൾസൊക്കെ എടുത്തു. ഇപ്പോൾ ഓരോ സാമ്പിളിൻ്റെയും ഞാനൊരു മീനെ കാണുമെന്ന് വെച്ചോ. മീൻ സാമ്പിളിൻ്റെ മീനായതുകൊണ്ടാണ് എക്സ് ബാർ. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെ മീനുകൾ കണ്ടു. അപ്പോൾ ഈ മീനുകളുടെ ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ കാണുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഇവിടെ ഞാൻ മീനാണല്ലോ കണ്ടത്. അപ്പോൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ എന്ന് പറയും. അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെയാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു കൺസെപ്റ്റ് നോക്കാം, എന്താണ് സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളത്. എന്താണ് സ്റ്റാൻഡേർഡ് എറർ? സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സ്റ്റാൻഡേർഡ് എറർ ഓഫ് സാമ്പിൾ മീൻ ആണ് എനിക്ക് നോക്കണേന്ന് വെച്ചോ. അപ്പോൾ എന്താ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റിൽ എന്ത് വരും? റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ബാർ. ഇപ്പോൾ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ ബൈ എൻ, ദാറ്റ് ഈസ് സിഗ്മ ബൈ റൂട്ട് എൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാമ്പിൾ എറർ ഓഫ് സാമ്പിൾ മീന് സിഗ്മ ബൈ റൂട്ട് എൻ ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെൻറ്റിൽ ഉള്ളത് എന്നൊന്ന് നോക്കി വെച്ചേക്കാം. ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? ഒരു എക്സ്ട്രാ ഒരെണ്ണം ക്യാപിറ്റൽ എൻ മൈനസ് എൻ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ മൈനസ് 1 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ എൻ. അതിൻ്റെ റൂട്ടായിരിക്കും സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി അവിടെ വരുന്ന ഒരു തിയറാണ് സെൻട്രൽ ലിമിറ്റ് തിയറം. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്താണ് സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് മാത്രം ഒന്ന് പറഞ്ഞുതരാം. എന്താണ് സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സാമ്പിൾ സൈസ് കൂടുതലാണെങ്കിൽ എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് എന്ത് തന്നെ ആയാലും എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തായിട്ട് വരും? നോർമൽ ഡിസ്ട്രിബ്യൂഷനായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചധികം ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കാനുണ്ട്. ഒന്നാമത്തത് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്താണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് മാത്രമേ വീഡിയോയിൽ പറയുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ Z1, Z2 എക്സിട്ര Z and N ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ. സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ഓർക്കുന്നുണ്ടോ? എന്താണത്? മ്യൂ ഈക്വൽ ടു 0യും സിഗ്മ ഈക്വൽ ടു 1 ഉള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അതിൻ്റെ സം എന്ന് പറയുന്നത്, അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സമ്മ്, അതിൻ്റെ സ്ക്വയറിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ്സ് ഫോളോസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം. n ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ എന്താണ് ഡിഗ്രി ഓഫ് ഫ്രീഡം? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്ന് പറഞ്ഞുതരാം.
ഇപ്പോൾ സപ്പോസ് നിങ്ങളോട് ഒരു 10 സംഖ്യകൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. 10 സംഖ്യകൾ തിരഞ്ഞെടുക്കാൻ പറയാന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കൂടെ? 1, 19, 24 ഇഷ്ടമുള്ള ഒരു 10 സംഖ്യകൾ തിരഞ്ഞെടുക്കാം. ഇപ്പം ഞാൻ അവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. ഈ 10 സംഖ്യകളുടെ തുക എനിക്ക് 100 കിട്ടണം. 10 സംഖ്യകളുടെ തുക 100 കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ 1, 19, 24 എനിക്കിഷ്ടമുള്ളത് എടുത്തു. ബട്ട് 9 സംഖ്യകൾ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സമ്മ് ഞാൻ കൂട്ടി നോക്കിയപ്പോൾ ഇറ്റ്സ് 94 ആണ്. അപ്പോൾ ഇനി ലാസ്റ്റ് 10ാമത്തെ സംഖ്യ എനിക്ക് ഒരെണ്ണം കൂടിയേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഇഷ്ടമുള്ളത് എടുക്കാൻ പറ്റുമോ? ഇല്ല. സമ്മ് 100 കിട്ടണം എന്നുണ്ടെങ്കിൽ 10ാമത്തെ സംഖ്യ 6 എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ എങ്കിൽ അത് കൂട്ടിയാൽ നമുക്ക് 100 കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ത് വന്നു? ഇവിടെ എനിക്ക് 9 സംഖ്യകൾ എൻ്റെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാം. അപ്പോൾ അവിടെ എൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 9. പിടികിട്ടിയോ? അപ്പോൾ സ്വതന്ത്രമായ വിലകളുടെ എണ്ണത്തിനെയാണ് നമ്മളവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീൻ ഈക്വൽ ടു n ആൻഡ് വേരിയൻസ് എന്ന് പറയുന്നത് 2n. ഇനി അതൊരു സ്റ്റാൻഡേർഡ് നോർമൽ z ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ, ദെൻ അതിൻ്റെ സ്ക്വയർ ഫോളോസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. z സ്ക്വയർ ഫോളോസ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, പിന്നെ അത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. ആൻഡ് ടു ഇൻഫിനിറ്റി കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ക്യാൻ അപ്രോക്സിമേറ്റഡ് ബൈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ജസ്റ്റ് ഈ പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ടി ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കാം. എന്താണ് ടി ഡിസ്ട്രിബ്യൂഷൻ? ടി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് z ഇവിടെ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ, y എന്ന് പറയുന്ന കൈ സ്ക്വയർ വേരിയബിൾ, ആൻഡ് n എന്ന് പറയുന്നത് വിത്ത് കൈ സ്ക്വയർ വേരിയബിൾ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം. അങ്ങനെയെങ്കിൽ ടി ഫോളോസ് z ബൈ റൂട്ട് y ബൈ n ആയിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ടി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം n, ദെൻ ഇ ഓഫ് ടി ഈക്വൽ ടു 0 ആൻഡ് വി ഓഫ് ടി ഈസ് ഈക്വൽ ടു n ബൈ n മൈനസ് 2 വേർ n ഗ്രേറ്റർ ദാൻ 2. ഇനി ടി ഡിസ്ട്രിബ്യൂഷൻ is symmetric at t equal to 0 and tends to infinity. T distribution follows a normal distribution. ഓക്കെ, ഇനി എഫ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കാം. എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ റേഷ്യോസ് ആണ്. ഇപ്പോൾ കൈ 1 സ്ക്വയർ, കൈ 2 സ്ക്വയർ, രണ്ട് കൈ സ്ക്വയർ ആൻഡ് വേരിയബിൾസ് വിത്ത് n1 n2 ഡിഗ്രി ഓഫ് ഫ്രീഡം. ദെൻ എഫ് ഫോളോസ് എഫ് എന്തായിരിക്കും? കൈ 1 സ്ക്വയർ ബൈ n1 ഡിവൈഡഡ് ബൈ കൈ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2. ഓക്കെ, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇപ്പോൾ n1 n2 ആണ് എഫ് ഫോളോസ് ചെയ്യുന്നതെങ്കിൽ ദെൻ 1 ബൈ എഫ് ഫോളോസ് എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n2, n1 ഡിഗ്രി ഓഫ് ഫ്രീഡം. പിന്നെ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. n1 ടെൻസ് ടു ഇൻഫിനിറ്റി, n2 ടെൻസ് ടു ഇൻഫിനിറ്റി. എഫ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഈ സെഡും കൈ സ്ക്വയറും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ്? സെഡും കൈ സ്ക്വയറും തമ്മിലുള്ള റിലേഷൻ n ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ സെഡ് സ്ക്വയർ ഫോളോസ് കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, ഇനി കൈ സ്ക്വയറും ടിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? സെഡ് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ ആൻഡ് വൈ ഈസ് എ കൈ സ്ക്വയർ n, ദെൻ റേഷ്യോ ഓഫ് സെഡ് ആൻഡ് റൂട്ട് വൈ ബൈ n വിൽ റിസൾട്ട് എ ടി സ്റ്റാറ്റിസ്റ്റിക്. അതിൻ്റെ ഡെഫിനിഷൻ അല്ലേ? ഓക്കെ, ഇനി കൈ സ്ക്വയർ ആൻഡ് എഫ് ഇവർ തമ്മിൽ വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ സ്ക്വയർ ഓഫ് ടി എന്ന് പറയുന്നതാണ് എന്ത്? സ്ക്വയർ ഓഫ് ടി എന്ന് പറയുന്നത് ഇസ് എ റേഷ്യോ ഓഫ് 2 കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്. സ്ക്വയർ ഓഫ് ടി എന്തായിരിക്കും? റേഷ്യോ ഓഫ് 2 സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്. ദെൻ കൈ സ്ക്വയറും എഫും തമ്മിലുള്ള റിലേഷൻ എന്താണ്? റേഷ്യോ ഓഫ് 2 ഇൻഡിപെൻഡൻറ്റ് കൈ സ്ക്വയർ വേരിയബിൾ വിച്ച് ആർ ഡിവൈഡഡ് ബൈ ദെയർ റെസ്പെക്റ്റീവ് ഡിഗ്രി ഓഫ് ഫ്രീഡം n1 and n2 വിൽ ബി എഫ് വിത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം n1, n2. ഇപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ആൻഡ് ടിയും എഫും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ടിയും അതായത് ടി സ്ക്വയർ എന്ത് ഫോളോ ചെയ്യും? എഫ് വിത്ത് 1 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം 1, n. എഫ് വിത്ത് ഡിഗ്രി ഓഫ് ഫ്രീഡം 1, n. ടി സ്ക്വയർ ഈക്വൽ ടു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അതിൻ്റെ കുറച്ച് ചോദ്യങ്ങളൊന്ന് സ്പീഡിലൊന്ന് നോക്കി പോകാം. ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിൻ്റെ വർഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിൻ്റെ വർഗം ഓർക്കുന്നുണ്ടോ? ഇറ്റ്സ് കൈ സ്ക്വയർ.
ഡിസ്ട്രിബ്യൂഷൻ. രണ്ട് കൈ സ്ക്വയർ വേരിയബിളിൻ്റെ അംശബന്ധം, റേഷ്യോ ഇവിടെ എന്താണ് വരുന്നത്, ഓർക്കുന്നുണ്ടോ? എഫ് ഡിസ്ട്രിബ്യൂഷൻ. ടി വേരിയബിൾ വർഗം, ടി ഡിസ്ട്രിബ്യൂഷൻ്റെ അതിൻ്റെ വർഗം എന്താണ്, അതെന്താണ്, നമുക്ക് എന്താണ് കിട്ടുക? എഫ് സാങ്കേജ്യം സ്റ്റാറ്റിക്. ഓക്കെ, എക്സ് ഫോളോവേഴ്സ് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്, വൈ ഫോളോവേഴ്സ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനും ആയാൽ എക്സ് ബൈ റൂട്ട് വൈ ബൈ എൻ എന്തായിരിക്കും, എന്താണ് അത്, ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ ഡിഗ്രി ഓഫ് ഫ്രീഡം. ആൻഡ് വൈയുടെ വിതരണം എൻ ഡി എഫ് ഉള്ള ടി ആണെങ്കിൽ വൈ സ്ക്വയർ എന്തായിരിക്കും, അതിൻ്റെ സ്ക്വയർ എന്തായിരിക്കും, എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1, n ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, അത്രയേ ഉള്ളൂ ആ ഒരു സെക്ഷനിൽ നിന്ന്. ഇനി ഞാൻ കിടക്കുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്നുള്ളത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഇസ് എ ബ്രാഞ്ച് ഓഫ് statistics which use the samples to make inference about the unknown aspects of the population. ഓക്കെ, നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഇൻഫറൻസ് നടത്തുന്നതിന് സാമ്പിൾസ് യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ട് തരത്തിലുണ്ട്, എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന ഭാഗം ടോപ്പിക്കാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന രണ്ട് മെയിൻ വേർഡ്സാണ് എസ്റ്റിമേറ്ററും എസ്റ്റിമേറ്റും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്ന പോപ്പുലേഷൻ വർക്കിംഗ് അഡൾട്ട്സ് ഇൻ മുംബൈ ആണെന്ന് വിചാരിക്കും. വർക്കിംഗ് അഡൾട്ട്സ് ഇൻ മുംബൈ ആണ് ഞാനിവിടെ എടുക്കുന്ന പോപ്പുലേഷൻ. അപ്പോൾ അതിൻ്റെ ആവറേജ് ഇൻകം എനിക്ക് കാണാം. വർക്കിംഗ് അഡൾട്ട്സ് ഇൻ മുംബൈ ആവറേജ് ഇൻകം ആണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ അത് അറിയില്ല, അതിപ്പോൾ ഇതവിടെ പോപ്പുലേഷൻ മീൻ കാണണം. ഓക്കെ, അതാണ് ഇവിടെ നമ്മുടെ പാരാമീറ്റർ. അത് അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, 100 വർക്കേഴ്സിനെ അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്തു. അതാണ് ഇവിടെ സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഈ സാമ്പിളിനെ കുറിച്ചാണ് ഞാനിവിടെ പഠിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനവിടെ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു ഒരു ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അതാണ് ഇവിടെ എസ്റ്റിമേറ്റർ. സപ്പോസ് ഇതൊരു മെഷീൻ. ഇപ്പോൾ മെഷീന് ഇപ്പോൾ മിക്സി. അപ്പോൾ മിക്സിയിൽ നമ്മൾ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നു, നമുക്ക് അരച്ച് ഒരു പ്രൊഡക്റ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കുന്നു. അതുപോലെ ഇവിടുത്തെ ഒരു മെഷീനാണ്. ആ മെഷീനിൽ അൽഗോരിതം എന്ന് പറയുന്നത് അതിലുള്ളിലൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, എനിക്ക് സാമ്പിൾ മീനാണ്, പോപ്പുലേഷൻ മീനാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാമ്പിൾ മീൻ കാണാനുള്ള ഫോർമുല എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ സാമ്പിളിനെ വെച്ചിട്ടാണല്ലോ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഈ ഫോർമുല ഈ മെഷീനിലേക്ക് ഞാൻ ഈ സാമ്പിൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ ഫോർമുല ഒക്കെ അപ്ലൈ ചെയ്തു, എനിക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടി. അതാണ് എസ്റ്റിമേറ്റ്. പിടികിട്ടി. അപ്പോൾ ഞാൻ അവിടെ യൂസ് ചെയ്യുന്ന ഫോർമുലേനെയാണ് നമ്മൾ എസ്റ്റിമേറ്റർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഔട്ട്പുട്ട് നമുക്ക് എന്താണ് ആൻസർ, സ്പെസിഫിക് നമ്പർ, ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു നമ്പറിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന എസ്റ്റിമേറ്റർ എക്സ് ബാർ ഓൾമോസ്റ്റ് മ്യൂവോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നോക്കാൻ പോകുന്നത് ഈ പാരാമീറ്റേഴ്സിൻ്റെ എസ്റ്റിമേഷൻ അതിനെക്കുറിച്ചാണ്. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് പോയിൻ്റ് എസ്റ്റിമേഷനോ ഒന്ന് ഇൻ്റർവൽ എസ്റ്റിമേഷൻ. പോയിൻ്റ് എസ്റ്റിമേഷനും ഇൻ്റർവൽ എസ്റ്റിമേഷനും. അപ്പോൾ എന്താണ് പോയിൻ്റ് എസ്റ്റിമേഷൻ ഒന്ന് നോക്കിയാലോ. എന്താണ് പോയിൻ്റ് എസ്റ്റിമേഷൻ? ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കമ്പനിക്ക് അവർ LED ലൈറ്റ് ബൾബ്സാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ആവറേജ് ലൈഫ് സ്പാൻ അവർക്ക് കണ്ടുപിടിക്കണമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ ആവറേജ് ലൈഫ് സ്പാൻ കാണണം, അതറിയില്ല. സോ ഇറ്റ്സ് എ അൺനോൺ പാരാമീറ്റർ. പിന്നെ എല്ലാതിനും ഓരോന്നിൻ്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു 100 LED ബൾബ്സ് അവർ അതിൽ നിന്ന് കളക്ട് ചെയ്തു. അതാണ് ഇവിടെ സാമ്പിൾ. അപ്പോൾ ഈ സാമ്പിളിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു മെഷീനിൽ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇവിടെ മെഷീൻ എസ്റ്റിമേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് സാമ്പിൾ മീൻ കാണാനുള്ള ഫോർമുലയാണ്. സാമ്പിൾ മീൻ കാണാനുള്ള ഫോർമുല സിഗ്മ എക്സ് ഐ ബൈ എൻ എന്ന് പറഞ്ഞൊരു ഫോർമുല കേട്ടോ, അതെടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എസ്റ്റിമേറ്റ് കിട്ടും. ഇപ്പോൾ സപ്പോസ് അവിടെ കിട്ടിയത് ഒരു വാല്യൂ 5 to 500 ഹവേഴ്സ് എന്നുള്ള ഒരു വാല്യൂ കിട്ടിയെന്ന് വെച്ചോ, അതാണ് ഇവിടെ പോയിൻ്റ് എസ്റ്റിമേറ്റ്. ഒരു പോയിൻ്റ് കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ പോയിൻ്റ് എസ്റ്റിമേറ്റ്, ഈ ഒരു പ്രോസസ്സിനെ പോയിൻ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നു. പിടികിട്ടിയോ? അപ്പോൾ എന്താണ് ഇൻ്റർവൽ എസ്റ്റിമേഷൻ?
ഇതേപോലെ തന്നെ ലൈഫ് സ്പാൻ കാരണം 100 പബ്സ് അപ്പോൾ ഒരു സാമ്പിളാക്കി എടുത്തു. ഈ സാമ്പിൾസ് എന്താ ഓരോന്നും ടെസ്റ്റ് ചെയ്ത് ഓരോന്നിൻ്റെയും ലൈഫ് സ്പാന് റെക്കോർഡ് ചെയ്തു. ഓരോന്നും ടെസ്റ്റ് ചെയ്യുന്നു, അത് കേടാവുന്നത് വരെ റൺ ചെയ്യുന്നു. സോ അങ്ങനെ ഓരോന്നിൻ്റെ ലൈഫ് സ്പാന് റെക്കോർഡ് ചെയ്തു. അപ്പോൾ നമുക്കൊരു പോയിൻ്റ് എസ്റ്റിമേറ്റ് അവിടെ 5 to 500 ആണ് അതിൻ്റെ സാമ്പിൾ മീൻ എന്ന് കിട്ടി. ബട്ട് അത് പോരാ. അതിൻ്റെ ഒപ്പം ഈ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടി ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അതായത് എത്രത്തോളം ഓരോ ബൾബും ലൈഫ് സ്പാനും ഓരോ സാമ്പിളിൽ നിന്നും എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഒന്ന് ഈ ഇത് ഈ കിട്ടിയിട്ടുള്ള ഈ 5 to 500 നിന്ന് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടി അവിടെ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഓൾമോസ്റ്റ് അത് 900 ആണ് ഹവേഴ്സ് ആണെന്നുള്ള ഒരു ഏകദേശം ഒരു കാൽക്കുലേഷൻ അവിടെ കിട്ടി. അപ്പോൾ ഈ എൻജിനീയേഴ്സ് ഡിസൈഡ് ചെയ്യാണ് അവർക്ക് ഇത് അവർ ചെയ്തിട്ടുള്ള എസ്റ്റിമേറ്റ് അവർ 99% കോൺഫിഡൻ്റ് ആയിരിക്കണം. അവർക്ക് അതിൽ 99% കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് അവർക്ക് കിട്ടണം. അപ്പോൾ എന്താ ചെയ്തു എന്ന് വെച്ചാൽ ഒരു ഫോർമുല ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് ഇത്രയും കോൺഫിഡൻസ് ലെവൽ കിട്ടണം, പിന്നെ ഒരു സാമ്പിൾ മീൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി യൂസ് ചെയ്തിട്ട് അവർ ഫോർമുല അവർ ഡെവലപ്പ് ചെയ്യുന്നു. അതുപയോഗിച്ചിട്ട് അവരൊരു ഇൻ്റർവെൽ കണ്ടുപിടിക്കുന്നു. അതായത് നേരത്തെ ഒരു പോയിന്റ് മാത്രമാണ് പറയണതെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ ഇത്ര കോൺഫിഡൻസ് ആണ് ഈ ബൾബ് 5 to 120 തൊട്ട് 5 to 880 വരെ അത്ര ഹവേഴ്സ് വർക്ക് ചെയ്യും. കണ്ടോ? അപ്പോൾ നേരത്തെ ഒരു പോയിന്റ് മാത്രമാണ്, ഒരു സ്പെഷ്യൽ നമ്പർ 5 to 500 മാത്രമാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്നു ഈ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ ഇത് LED ബൾബുകൾ വർക്ക് ചെയ്യും, അതിൻ്റെ ലൈഫ് സ്പാന് ഇത്ര ഹവേഴ്സ് ഉണ്ട്, അതിന് 99% കോൺഫിഡൻസ് പറയുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻ്റർവെൽ എസ്റ്റിമേഷൻ, ഒരു ഇൻ്റർവെൽ പറയാം, അതിനെയാണ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതാണ് ഈ പോയിൻ്റ് എസ്റ്റിമേഷനും ഇൻ്റർവെൽ എസ്റ്റിമേഷനും. അപ്പോൾ നമ്മൾ പറഞ്ഞു നല്ലൊരു എസ്റ്റിമേറ്റർ നമ്മൾ അതായത് പോപ്പുലേഷൻ്റെ പാരാമീറ്റർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ നിന്നൊരു സാമ്പിൾ എടുക്കുന്നു, അത് എസ്റ്റിമേറ്റർ ഒരു മെഷീനിൽ ഇട്ട് കൊടുക്കുന്നു, ദെൻ നമുക്കതിൻ്റെ എസ്റ്റിമേറ്റ് കിട്ടുന്നു. അപ്പോൾ ഈ എസ്റ്റിമേറ്റർ നല്ലതായിരിക്കണ്ടേ അല്ലേ? എങ്കിലല്ല നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നമ്മുടെ ഏകദേശം വാല്യൂ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഈ പോപ്പുലേഷൻ മീനുമായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എസ്റ്റിമേറ്റർ കണ്ടെത്തണമെങ്കിൽ അത് ചില മാനദണ്ഡങ്ങൾ അവിടെ ഉപയോഗിക്കണം. എന്താണ്? അൺബയസ്ഡ്നെസ്, കൺസിസ്റ്റൻസി, എഫിഷ്യൻസി, സഫിഷ്യൻസി, നിഷ്പക്ഷത, സ്ഥിരത, ക്ഷമത, പര്യാപ്തത. ഈ 4 ഘടകങ്ങൾ അതിന് വേണം. അപ്പോൾ എന്താണ് ഓരോന്നും എന്ന് നോക്കാം. അപ്പോൾ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. എന്താണ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ? ഇപ്പം എനിക്ക് കാണേണ്ടത് ഒരു വലിയ ഒരു യൂണിവേഴ്സിറ്റിയിലെ ആവറേജ് ഹൈറ്റാണ് എനിക്കിവിടെ കാണേണ്ടതെന്ന് വെച്ചോ. ആ ആവറേജ് ഹൈറ്റ് കാണണം. ഇപ്പോൾ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്, അതാണ് അവിടെ പോപ്പുലേഷനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവറേജ് ഹൈറ്റ് അവിടുത്തെ പോപ്പുലേഷൻ പാരാമീറ്റർ ഇതമ്യൂ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, കുഞ്ഞു സാമ്പിൾസ് എടുത്തു, കുറച്ചധികം കുഞ്ഞു സാമ്പിൾസ് അവിടെ എടുത്തു. അതിൻ്റെ ഒക്കെ സാമ്പിൾ മീൻ ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് എസ്റ്റിമേറ്ററായിട്ട് യൂസ് ചെയ്തത് ഓരോ സാമ്പിൾസിൻ്റെ എക്സ്ബാറാണ് ഇവിടെ, സാമ്പിൾ മീനാണ് ഇവിടെ എസ്റ്റിമേറ്ററായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സാമ്പിൾ മീൻ ഇവിടെ എസ്റ്റിമേറ്ററായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ഈ സാമ്പിൾ മീനുകളൊക്കെ കണ്ടപ്പോൾ അത് ഏകദേശം എന്തിനോട് ഈക്വലായിട്ട് കിട്ടി? സാമ്പിൾ മീനുകളുടെ ആവറേജ് എടുത്ത് നോക്കി. അപ്പോൾ എനിക്ക് ഏകദേശം ഈ പോപ്പുലേഷൻ മീനിനോട് ഈക്വലായിട്ട് കിട്ടിയെങ്കിൽ, ഈ മ്യൂവിനോട് ഈക്വലായിട്ട് എനിക്ക് ഈ എസ്റ്റിമേറ്ററിൻ്റെ വാല്യൂ കിട്ടിയെങ്കിൽ ഈ എക്സ് ബാർ എന്ന് പറയുന്നത് അൺബയസ്ഡ് എസ്റ്റിമേറ്ററാണ്. പിടികിട്ടിയോ? അപ്പോൾ എനിക്ക് ആ മ്യൂവിനോട് ഈക്വലായിട്ട് കിട്ടിയെങ്കിൽ അതവിടെ അൺബയസ്ഡ് എസ്റ്റിമേറ്ററാണ്. ഓക്കെ, അപ്പോൾ എന്ത് ഈ ബയസ്ഡ് എസ്റ്റിമേറ്റർ ഇപ്പോൾ ഞാനവിടെ വേരിയൻസ് ആണ് കാണുന്നതെന്ന് വെച്ചോ, ഹൈറ്റിൻ്റെ വേരിയൻസ്, ആവറേജ് ഹൈറ്റ് അല്ല, ഹൈറ്റിൻ്റെ വേരിയൻസ്. അപ്പോൾ അത് അതായത് പോപ്പുലേഷൻ പാരാമീറ്ററോടെ സിഗ്മ സ്ക്വയർ, അതാണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ ഞാനവിടെ എന്ത് ചെയ്തു, ഈ സാമ്പിൾസിൻ്റെ സാമ്പിൾ വേരിയൻസുകൾ കണ്ടുപിടിച്ചു, ഓരോ സാമ്പിൾസിൻ്റെ വേരിയൻസ് കണ്ടുപിടിച്ചു. അതിൻ്റെ
അതായത് ഓരോന്നിൻ്റെ വേരിയൻസുകൾ കണ്ടുപിടിച്ചു, അതിൻ്റെ ആവറേജുകളൊക്കെ എടുത്തു നോക്കി. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുത്ത് നോക്കിയപ്പോൾ, എല്ലാത്തിൻ്റെയും ഒരു ആവറേജ് എടുത്ത് നോക്കിയപ്പോൾ അത് സിഗ്മ സ്ക്വയറിനേക്കാളും വളരെയേറെ വിച്ച് ഈസ് ലെസ് ദാൻ സിഗ്മ സ്ക്വയർ, അതായത് ഈക്വൽ ആയിട്ട് കിട്ടിയില്ല. അങ്ങനെയെങ്കിൽ അത് ബയാസ്ഡ് ആണ്. ഇവിടുത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ സാമ്പിൾ മീൻ ഈ ഒരു എസ്റ്റിമേറ്റർ യൂസ് ചെയ്തപ്പോൾ കറക്റ്റ് മ്യൂവിനോട് ഈക്വൽ ആയി കിട്ടിയെങ്കിൽ അത് അവിടെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. ബട്ട് ഇതിപ്പോൾ ലെസ് ദാൻ ആയിട്ട് കിട്ടി, സോ അത് ബയാസ്ഡ് ആണ്. അപ്പോൾ അതെങ്ങനെ അൺബയസ്ഡ് ആക്കും? അപ്പോൾ അൺബയസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഡിനോമിനേറ്ററിൽ എന്നിന് പകരം n-1 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എസ് സ്ക്വയർ ഈക്വൽ ടു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് വാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ n-1, അതൊരു അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആവും. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. എന്താ ഒന്ന് മനസ്സിലായല്ലോ? ഇനി എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്താണെന്ന് നോക്കാം. എന്താണ് എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്നുള്ളത്? ഇപ്പോൾ അതുപോലെ തന്നെ എനിക്ക് സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഹൈറ്റാണ് കണ്ടെത്തേണ്ടതെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് n സ്റ്റുഡൻസിൻ്റെ ഒരു സാമ്പിൾ സെലക്ട് ചെയ്തു. അവിടെ ഞാൻ 2 എസ്റ്റിമേറ്റർ യൂസ് ചെയ്യണം. ഏതാണ് എഫിഷ്യൻ്റ് എന്ന് കണ്ടുപിടിക്കാനാണ് ഈ പരിപാടി. അപ്പോൾ ഞാനിപ്പോൾ സാമ്പിൾ മീൻ ഒരു എസ്റ്റിമേറ്റർ ആയിട്ട് എടുക്കാം, ഓർ മിഡ് പോയിൻ്റ് ഓഫ് ഫസ്റ്റ് ടു ഒബ്സർവേഷൻ, ഇങ്ങനത്തെ ഒരു എസ്റ്റിമേറ്റർ എടുക്കാം. ഇതിലേതാണ് എഫിഷ്യൻസി കൂടുതൽ എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ സാമ്പിൾ മീന് എഫിഷ്യൻസി ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പം ഞാൻ പറയുകയാണ്, അതിൻ്റെ വേരിയൻസ് വെച്ചിട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ സാമ്പിൾ മീനിൻ്റെ വേരിയൻസ് വെച്ച് നോക്കുക. ഇപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ബൈ n. സിഗ്മ എന്ന് പറയുന്നത് ട്രൂ വേരിയൻസ് ഓഫ് ഹൈറ്റ്സ് ഇൻ ദ പോപ്പുലേഷൻ. അതുപോലെ മിഡ് പോയിൻ്റ് ഓഫ് ഫസ്റ്റ് ടു ഒബ്സർവേഷൻ്റെ വേരിയൻസ് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ വേരിയൻസ് ഓഫ് മിഡ് പോയിൻ്റ് ഓഫ് ഫസ്റ്റ് ടു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 2 ഒബ്സർവേഷൻ. അപ്പോൾ x1 + x2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 1 വേരിയൻസിൻ്റെ കേസ് അറിയാലോ, ബൈ 2 ചെയ്യുകയാണെങ്കിൽ 1/4 പുറത്തേക്ക് വരും ഇൻറ്റു വേരിയൻസ് ഓഫ് x1 + x2. അപ്പോൾ 1/4 ഇൻറ്റു സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ, that is 2 sigma square by 4, that's equal to sigma square by 2. അപ്പോൾ സിമ്പിൾ മീനിൻ്റെ വേരിയൻസ് ഞാൻ നോക്കിയപ്പോൾ സിഗ്മ സ്ക്വയർ ബൈ n എന്നും കിട്ടി. പിന്നെ മ്യൂ മിഡിൻ്റെ വേരിയൻസ് നോക്കിയപ്പോൾ സിഗ്മ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ ഇത് കൂടുതൽ എഫിഷ്യൻസി വരുന്നത് ഇതിൽ വേരിയൻസ് ഏറ്റവും കുറവാകുമ്പോഴാണ്. ഇപ്പോൾ സിഗ്മ സ്ക്വയർ എന്നിനാണോ സിഗ്മ സ്ക്വയർ ബൈ 2-നാണോ ഏതാ ഇതിൽ ചെറുത്? ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ ബൈ n ആണ് ഇവിടെ ചെറുത്. അങ്ങനെയെങ്കിൽ എനിക്ക് പറയാം കൂടുതൽ ഈ എസ്റ്റിമേറ്റേഴ്സിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് സാമ്പിൾ മീൻ ആണ്. പിടികിട്ടിയോ? അപ്പോൾ അൺബയസ്ഡ് എസ്റ്റിമേറ്ററിൻ്റെ കേസ് പറഞ്ഞു. എന്താണ്? E(t) = തീറ്റ ആയിട്ട് വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റർ is said to be unbiased estimator for the parameter theta if E(t) = theta. അത് രണ്ടും ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് ആ എസ്റ്റിമേറ്റർ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയും. ഇനി എന്താണ് കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ? ഒരു എസ്റ്റിമേറ്റർ അത് കൺസിസ്റ്റൻറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഗുഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഗുഡ് എസ്റ്റിമേറ്റർ ആവുന്നത് സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഓക്കെ, സാമ്പിൾ സൈസ് നമ്മൾ വലുതെടുക്കുകയാണെങ്കിൽ അത് ഒരു എസ്റ്റിമേറ്റർ is said to be consistent estimator for the parameter theta if E(t) tends to theta and variance of t tends to 0 as n tends to infinity. ഓക്കെ, ഇപ്പോൾ സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് വാല്യൂ ഓഫ് എസ്റ്റിമേറ്റർ ഈസ് എക്സ്പെക്റ്റഡ് ടു കം ക്ലോസ് ടു ദ ട്രൂ വാല്യൂ ഓഫ് ദ പാരാമീറ്റർ ആൻഡ് വേരിയൻസ് ബിക്കംസ് 0 വെൻ സാമ്പിൾ സൈസ് ഇസ് സഫിഷ്യൻ്റ്ലി ലാർജ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ? എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റഡ് ടു ഇറ്റ്സ് വേരിയൻസ്. ഇപ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ മെനി അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദ എസ്റ്റിമേറ്റർ വിൽ ലീസ്റ്റ് വേരിയൻസ്, then that estimator with least variance is called the efficient estimator. ഇപ്പോൾ വേരിയൻസ് കുറവുള്ളതായിരിക്കും എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ. സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് അതിൽ എല്ലാ ഇൻഫോർമേഷനും ഇൻ ദ സാമ്പിൾ അബൌട്ട് ദ പാരാമീറ്ററിനെ കുറിച്ച് എല്ലാ ഇൻഫോർമേഷനും കണ്ടെയ്ൻ ചെയ്യും. ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇൻഫോർമേഷൻ ഇൻ ദ സാമ്പിൾ അബൌട്ട് ദ പാരാമീറ്റർ.
പിന്നെ ഒരു മൊമെൻ്റ് എസ്റ്റിമേറ്റർ ഉണ്ട്. മൊമെൻ്റ് എസ്റ്റിമേറ്റർ ഫോർ ദ പോപ്പുലേഷൻ മീൻ മ്യൂ ഇസ് എ സാമ്പിൾ മീൻ എക്സ് വർ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ 4 പ്രോപ്പർട്ടീസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർവെൽ എസ്റ്റിമേഷൻ പറഞ്ഞിരുന്നല്ലോ. ഒരു ഇൻ്റർവെൽ നമ്മൾ അവിടെ പറയുന്നു. അതിനെ കോൺഫിഡൻസ് ഇൻ്റർവെൽ, ആ അതായത് പാരാമീറ്ററിന് ഇടവേളയുടെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് അതിന് പാരാമീറ്ററിനെ ഉൾക്കൊള്ളാനുള്ള സാധ്യതയും കുറഞ്ഞു വരുന്നു. അത്തരത്തിലുള്ള ഇടവേളകളെ വിശ്വസ്ത ഇടനില അല്ലെങ്കിൽ 1 - ആൽഫ ഇൻറ്റു 100% വിശ്വസ്ത നില എന്ന് പറയുന്നു. ഇവിടെ 1 - ആൽഫ എന്നതിനെ വിശ്വസ്തത ഗുണാങ്കം, കോൺഫിഡൻസ് കോഎഫിഷ്യന്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് ഇനി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ആ ഒരു ഇക്വേഷൻ, കോൺഫിഡൻസ് ഇൻ്റർവെൽ കാണുന്നത് കേട്ടോ. ഇവിടെ മീനിൻ്റെയാണ് കേട്ടോ എടുക്കുന്നത്. ലെറ്റ് എ സാമ്പിൾ ഓഫ് സൈസ് n ബി ഡ്രോൺ ഫ്രം ദ നോർമൽ പോപ്പുലേഷൻ വിത്ത് എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എക്സ് വർ ബി ദ സാമ്പിൾ മീൻ ആൻഡ് എസ് ഇസ് ദ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ദെൻ 1 - ആൽഫ ഇൻറ്റു 100% കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ ദ പോപ്പുലേഷൻ മീൻ ഈസ് ഗിവൺ ബൈ x bar minus sigma by root n z alpha by 2 comma x bar plus sigma by root n z alpha by 2. ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ആ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഫോർ ദ മീൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പം അതിൽ ഈ സെഡ് ആൽഫ ബൈ 2 എന്താ നോക്കാം. 95% കോൺഫിഡൻസ് ഇൻ്റർവെല്ലിനാണെങ്കിൽ സെഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 1.96. 99%ന് സെഡ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 2.58. ഓക്കെ, ഒരു ദിവസം രാവിലെ മുറ്റത്തെ പുൽത്താകിടിയിൽ 16 പുഴുക്കളെ കാണാനിടയായി. അവയുടെ നീളം ശരാശരി 10.39 സെൻറ്റിമീറ്റർ ആണ്. ഇവയുടെ സമഷ്ടിയുടെ മാനക വ്യതിയാനം 4 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. പുഴുക്കളുടെ നീളത്തിൻ്റെയും ആദ്യത്തിൻ്റെ 99% വിശ്വസ്ത ഇടനില കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ബാർ തന്നിട്ടുണ്ട്, സിഗ്മ കാണാം, സിഗ്മ √4 ദാറ്റ് ഈസ് 2 ആൻഡ് n 16 തന്നിട്ടുണ്ട്. അപ്പോൾ 99% കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ സെഡ് ആൽഫ ബൈ 2 എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയാണ് സെഡ് ആൽഫ ബൈ 2? 99%ൻ്റെ 2.58 ആണ്. അപ്പോൾ അത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തു, 2.58 എന്നുള്ളത്. അപ്പോൾ എക്സ് ബാർ മൈനസ് 2.58 ഇൻറ്റു സിഗ്മ ബൈ √n. അപ്പോൾ എക്സ് ബാർ എന്താണ് ഇവിടെ 10.39 ആണ്, മൈനസ് 2.58 ഇൻറ്റു 2/√16, 10.39 plus 39 plus 2.58 into 2/√16. അപ്പോൾ ആൻസർ നമുക്ക് 9.1, 11.68 എന്ന് കിട്ടും. ഓക്കെ, അതാണ് അവിടുത്തെ 99% കോൺഫിഡൻസ് ഇൻ്റർവെൽ. ഇനി നമുക്ക് പരീക്ഷയല്ല, ടെക്സ്റ്റ് ബുക്കിലുള്ള 2 ചോദ്യങ്ങളും കൂടി നോക്കാം. x1, x2, x3 എന്നിവ മാധ്യം മ്യൂ ആയിട്ടുള്ള ഒരു സമഷ്ടിയിലെ 3 സാമ്പിൾ വിലകളാണ്. T1 is equal to x1 plus 2x2 plus x3 divided by k എന്നത് മ്യൂവിൻ്റെ ഒരു നിഷ്പക്ഷ മതിപ്പാണെങ്കിൽ, നിഷ്പക്ഷ മതിപ്പ് എന്ന് പറയുന്നത് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ കെയുടെ വില എന്ത് എന്നതാണ് ഇവിടെ ചോദ്യം. എങ്ങനെയാണ് കെയുടെ വില കാണുക? അപ്പോൾ നിഷ്പക്ഷ മതിപ്പാണെങ്കിൽ ഇ ഓഫ് ടി ഈസ് ഇക്വൽ ടു മ്യൂ ആണല്ലോ. ഇ ഓഫ് ടി ഈസ് ഇക്വൽ ടു മ്യൂ. അപ്പോൾ ഇ ഓഫ് ഇവിടെ T1 എന്താണ് ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇ ഓഫ് x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ കെ, ആ T1 പകരം എഴുതി കൊടുത്തു. ദെൻ അതിൽ നിന്ന് കെ പുറത്ത് കൊടുത്തു. അപ്പോൾ 1/k ഇൻറ്റു ഇ ഓഫ് x1 പ്ലസ് 2x2 പ്ലസ് x3. അതിൽ നിന്ന് ഇ ഓഫ് x1 പ്ലസ് ഇ ഓഫ് 2x2 പ്ലസ് ഇ ഓഫ് x3 ആൻഡ് ഇ ഓഫ് x1 എന്ന് പറയുന്നത് ഓരോന്നും എന്താണ് മ്യൂ ആണല്ലോ. ആദ്യം മ്യൂ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1/k ഇൻറ്റു മ്യൂ പ്ലസ് 2 മ്യൂ പ്ലസ് മ്യൂ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? മ്യൂ പ്ലസ് 2 മ്യൂ പ്ലസ് മ്യൂ എന്ന് പറയുന്നത് 4 മ്യൂ ഡിവൈഡഡ് ബൈ കെ. അത് ദാറ്റ്സ് ഈക്വൽ ടു n/s എസ്റ്റിമേറ്റർ ആണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു മ്യൂ ആയിരിക്കും. അപ്പോൾ 4 മ്യൂ ബൈ കെ ദാറ്റ്സ് ഈക്വൽ ടു മ്യൂ. അതിൽ നിന്ന് കെ നമുക്ക് എന്ത് കിട്ടും? 4/k ഈസ് ഈക്വൽ ടു മ്യൂ വെട്ടിക്കളഞ്ഞിട്ട് അതിൽ നിന്ന് കെ എന്ന് പറയുന്നത് 4 എന്ന് നമുക്ക് കിട്ടും. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ.
ഇനി എന്നിൻ്റെ വില വലുതാകുമ്പോഴുള്ള വ്യതിയാനത്തിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട ഗണകത്തിൻ്റെ ഗുണം ഏത്? അപ്പോൾ ഇതിൽ നിഷ്പക്ഷത അൺബാസ്ഡ് എസ്റ്റിമേറ്റ് ആണെന്ന് വെച്ചാൽ ഇ ഓഫ് എക്സ് ഇക്വൽ ടു മ്യൂ ആൻഡ് കൺസിസ്റ്റൻസി സ്ഥിരത എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ദാറ്റ് ഈസ് ഇ ഓഫ് ടി ഈസ് ഇക്വൽ ടു തീറ്റ ആൻഡ് പര്യാപ്തത എന്ന് പറയുന്നത് സഫിഷ്യൻസി, അതായത് അതിൽ എല്ലാ ഇൻഫോർമേഷനും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ക്ഷമത എന്ന് പറയുന്നത് എന്തായിരുന്നു എഫിഷ്യൻസി വി ഓഫ് ടി വൺ ലെസ് ദാൻ വി ഓഫ് ടി ടു. അപ്പോൾ അവിടെ വേരിയൻസിൻ്റെ വാല്യൂമായി ടി ടു എന്ന ഘടകം ടി വണ്ണിനേക്കാൾ കാര്യക്ഷമമാക്കുന്നത് എപ്പോഴാണ് അതിൻ്റെ ടി ടുവിൻ്റെ വേരിയൻസ് കുറയുമ്പോഴാണല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. എക്സ് എന്ന റാൻഡം വേരിയബിളിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് തീറ്റ ആകുന്നു. തീറ്റ എന്നത് പാരാമീറ്റർ ആകുന്നു. എന്നാൽ തീറ്റയുടെ ഒരു സഫിഷ്യൻ്റ് സ്റ്റാറ്റിസ്റ്റിക്കിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ എല്ലായ്പ്പോഴും ശരിയായിട്ടുള്ളത് ഏതാണ് എപ്പോഴും അതിനൊരു സ്റ്റാറ്റിസ്റ്റിക് ഉണ്ടാവും. കാരണം അതിൻ്റെ സാമ്പിൾ ഇറ്റ് സെൽഫ് എന്തുതന്നെയാണ്, ഒരു സഫിഷ്യൻ്റ് സ്റ്റാറ്റിസ്റ്റിക് ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. x1, x2, എക്സെട്ര xn എന്നിവ ബൈനോമിയൽ പോപ്പുലേഷനിൽ നിന്നുള്ള ഒരു റാൻഡം സാമ്പിൾ ആണെങ്കിൽ ശരിയായ പ്രസ്താവന എന്ത്? അപ്പോൾ ബൈനോമിയൽ പോപ്പുലേഷൻ്റെ പി എം എഫ് എങ്ങനെയാണ് ഇതാ എഫ് ഓഫ് എക്സ് പി ഈക്വൽ ടു പി റേസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് പി റേസ് ടു 1 മൈനസ് എക്സ്. അപ്പോൾ അതിൻ്റെ ജോയിൻറ്റ് ഇത്ര അധികം ഉണ്ടല്ലേ. അപ്പോൾ ജോയിൻറ്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ കോമ പി ഈസ് ഇക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് പി റേസ് ടു എക്സ് വൺ ഇൻറ്റു 1 മൈനസ് പി റേസ് ടു 1 മൈനസ് എക്സ് ആയി. അതായത് എന്തെന്ന് എഴുതാം? പി റേസ് ടു സിഗ്മ എക്സ് ഐ ഇൻറ്റു 1 മൈനസ് പി റേസ് ടു എൻ മൈനസ് സിഗ്മ എക്സ് ഐ എന്ന് ഇതിൻ്റെ പ്രൊഡക്റ്റിനെ നമ്മൾ സമ്മിലേക്ക് മാറ്റി എഴുതുമ്പോൾ അല്ലേ. ആ പ്രൊഡക്റ്റുകൾ കാണുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ ഒരു തിയർ ഉണ്ട് കേട്ടോ. എന്താണ്? ഫാക്ടറൈസേഷൻ തിയറം. ഒരു സ്റ്റാറ്റിസ്റ്റിക് സഫിഷ്യൻ്റ് ആകണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ ലൈവ്ലിഹുഡ് ഫംഗ്ഷൻ ക്യാൻ ബി ഫാക്ടേർഡ് ആസ് L of p comma x1 etc xn is equal to g of t of x1 etc xn comma p into h of x1 etc xn where h does not depends on p. ഇതാണ് ഇവിടെ ഒരു ഫാക്ടറൈസേഷൻ തിയറം പറയുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇതിന് ആൻസർ പറയുന്നത്. അതായത് ഇവിടെ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? ആ ഒരു ഫംഗ്ഷനെ ജി ഇൻറ്റു എച്ച് എന്നുള്ള ഫോമിൽ എഴുതണം. അപ്പം ഞാനിവിടെ തന്നിട്ടുള്ള ഈ ഒരു ഫംഗ്ഷനെ ജിയുടെ ഫോമിൽ എഴുതാണ്. അതായത് ഇതൊരു ഫംഗ്ഷൻ ഇൻറ്റു 1 എന്നുള്ള ഫോമിൽ, അതായത് ഫസ്റ്റത്തത് ജി ആക്കി എടുത്തു ആൻഡ് 1 എന്ന് പറയുന്നത് ഇവിടെ എച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളിൽ അതായത് ഇവിടെ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി ഓഫ് ടി പി എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ എഴുതാണെങ്കിൽ പി റൈസ് ടു ടി ഇൻറ്റു 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് ടി. ഓക്കെ, അങ്ങനെയെങ്കിൽ ടി ആണ് ഇവിടെ സിഗ്മ എക്സ് ഐ. അപ്പോൾ ഇവിടെ സഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? ഈ ടിയുടെ സ്ഥാനത്ത് സിഗ്മ എക്സ് ഐ ആണല്ലോ. അപ്പോൾ സിഗ്മ എക്സ് ഐ ഇവിടെ സഫിഷ്യൻ്റ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആൻസർ ഏതാണ് വരുന്നത്? സിഗ്മ എക്സ് ഐ എന്നത് പേക്ക് സഫിഷ്യൻ്റ് ആണ് അക്കോർഡിംഗ് ടു ഫാക്ടറൈസേഷൻ തിയറം. ഒരു സ്റ്റാറ്റിസ്റ്റിക് സഫിഷ്യൻ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് അത് ഫാക്ടറൈസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഈ ജോയിൻ്റ് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ എനിക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റും .1 എന്നുള്ള ഫോമിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ജി ഓഫ് സിഗ്മ എക്സ് ഭാഗത്ത് വരുന്നത് സിഗ്മ എക്സ് ഐ ആണ്. ഓക്കെ, അപ്പോൾ അത് സഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു.